നമസ്കാരം. വി ഡി സതീശൻ സർക്കാരിൻ്റെ ഭരണം ഒരാഴ്ച പിന്നിടുകയാണ്. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തു. ഞായറാഴ്ച ആയപ്പോഴേക്കും കൃത്യം ഒരാഴ്ച പൂർത്തിയായിരിക്കുന്നു. വാക്കു പറഞ്ഞതൊക്കെ പാലിക്കാനുള്ളതാണ് എന്ന ഉത്തമ വിശ്വാസത്തോടെയാണ് സതീശൻ മുമ്പോട്ട് പോകുന്നത്. ആശാവർക്കർമാരുടെ ശമ്പളം 3000 രൂപ വീതം കൂട്ടിയത് അവർക്കിടയിൽ വലിയ ആഹ്ലാദം ഉണ്ടാക്കിയിരിക്കുന്നു. 5 വർഷത്തിനകം അവർ ആവശ്യപ്പെട്ടതുപോലെ 21,000 രൂപയിലേക്ക് പടിപടിയായി ഉയർത്തുമെന്ന് വി ഡി സതീശൻ വാഗ്ദാനം നൽകിയിട്ടുമുണ്ട്. ആയമാരും അങ്കണവാടി ടീച്ചർമാരും അടക്കമുള്ള അടിസ്ഥാന തൊഴിലാളികൾക്ക് 1000 രൂപ വീതം കൂട്ടിക്കൊടുത്തതും മികച്ച സൂചനയാണ്. രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് പിണറായിയുടെ സുരക്ഷയുടെ പേരിൽ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും ഒക്കെ തല്ലിച്ചതച്ച ക്രൂര മനസ്സിനുടമയായ പോലീസുകാരെ കുരുക്കുന്നതിനുള്ള കുരുക്ക് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ അടക്കമുള്ള നികൃഷ്ടരായ ചില മനുഷ്യജീവികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള കേസെടുക്കുമെന്ന് സൂചനയായിട്ടുണ്ട്. ഈ കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തിയ ADGP അജിത് കുമാർ സസ്പെൻഷനിലേക്ക് പോവും എന്ന വാർത്ത ഇതുവരെ സ്ഥിരീകരിക്കാത്തത് ഉന്നതനായ ഒരു മുതലാളിയുടെ സ്പോൺസർഷിപ്പ് വർഷങ്ങളായി അജിത് കുമാറിനുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡൽഹിയിൽ സ്വാധീനമുള്ള അദ്ദേഹം ഇടപെടും എന്ന് ആശങ്കപ്പെടുന്നത് കൊണ്ടാണ്. പക്ഷേ അജിത് കുമാറിന് താക്കോൽ സ്ഥാനത്തേക്ക് നിയമിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ സാധാരണ പ്രവർത്തകരുടെ വികാരത്തിന് അനുസൃതമായി പല നടപടിക്രമങ്ങളും ആരംഭിച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവട്ടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന നിലയിൽ ലഹരിക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷ നൽകുന്ന ഒരു ഭരണത്തിനാണ് ഇതിനോടകം തുടക്കമിട്ടിരിക്കുന്നത്. അതേസമയം പിണറായി വിജയൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ മുഖ്യമന്ത്രി വി ഡി സതീശനും കാണിക്കുന്നു. വി ഡി സതീശൻ 2ാം പിണറായിയായി മാറിയേക്കും എന്ന് ആശങ്കപ്പെടുന്നവർ ഏറെയുണ്ട്. ഈ ആരോപണമുണ്ടാവാൻ പ്രധാന കാരണം ഇന്നലെ മന്ത്രിമാർ പോലും അറിയാതെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിച്ചുപണി നടത്തിയതുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിയമനം KPCCയോട് ആലോചിച്ചില്ല എന്ന പരാതി ആദ്യം തന്നെ KPCCക്ക് ഉണ്ടായിരുന്നു. 20ഓളം ജീവനക്കാരെ നിയോഗിച്ചു. KPCCയോട് ഒരു തരത്തിലും ആലോചിച്ചില്ല. ഉമ്മൻചാണ്ടി പോലും ലിസ്റ്റ് തയ്യാറാക്കി KPCCയുടെ അനുമതിയോടെയാണ് അവതരിപ്പിച്ചിരുന്നത് എന്ന പരാതി KPCC ഉയർത്തുന്നതിനിടയിലാണ് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഉയർത്തുകയും അതിൻ്റെ പേരിൽ ചില വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. രത്തൻ ഖേൽക്കർ എന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയതാണ് ആദ്യ വിവാദത്തിന് കാരണമായത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചത് രത്തൻ ഖേൽക്കർ ആയിരുന്നു. രത്തൻ ഖേൽക്കർ BJPയുടെ സീല് വെച്ചത് വിവാദമായിരുന്നു. അങ്ങനെ BJPയുടെ പ്രതിനിധിയായി അവർക്ക് വേണ്ടി താൽപ്പര്യപൂർവ്വം പ്രവർത്തിക്കുന്ന ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയതിന് പിന്നിൽ കൃത്യമായി ഡീലുണ്ട് എന്ന് CPM ആരോപിക്കുകയാണ്. എന്നാൽ രത്തൻ ഖേൽക്കർ മികച്ച ഉദ്യോഗസ്ഥനാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഖേൽക്കറെക്കുറിച്ച് അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആവാൻ നീക്കം നടത്തിയതും ചരട് വലിച്ചതും രാജമാണിക്യമെന്ന IAS ഓഫീസറായിരുന്നു. പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഭൂമി പതിച്ചു കൊടുത്തതടക്കം നിരവധി അഴിമതി ആരോപണങ്ങൾ രാജമാണിക്യത്തിൻ്റെ മേൽ ഉണ്ടേ എന്ന വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് രാജമാണിക്യത്തെ മാറ്റിയതും രത്തൻ ഖേൽക്കറെ തെരഞ്ഞെടുത്തതും. രത്തൻ ഖേൽക്കർ ഇന്ന് ചുമതലയേൽക്കുമെന്നാണ് റിപ്പോർട്ട്. അനാവശ്യമായ വിവാദമാണ് CPM ഉയർത്തുന്നത് എന്നതുകൊണ്ട് തന്നെ അത് ഗവനിക്കേണ്ടതില്ല എന്നാണ് സതീശൻ്റെ നിലപാട്. ഈ വിമർശനത്തെ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിട്ടുമില്ല, അവർ അതിൽ പ്രതികരിച്ചിട്ടുമില്ല. എന്നാൽ അതിനുശേഷം ആദ്യത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മന്ത്രിമാർ പോലും. വലിയ ഇടത്തരം IAS ഉദ്യോഗസ്ഥന്മാരുടെ പൊളിച്ചെടുത്താണ് ആദ്യം നടന്നത്. അതായത് കളക്ടറും ഡയറക്ടറും അടക്കമുള്ള പദവികൾ. ഈ പദവികളിലുള്ള ട്രാൻസ്ഫറാണ് ഇന്നലെ നടന്നത്. ഈ ട്രാൻസ്ഫർ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഒരൊറ്റ മന്ത്രിയോടും ആലോചിക്കാതാണ് എന്നാണ് ആരോപണം. എല്ലാ മന്ത്രിമാരും അസ്വസ്ഥരാണ്. എല്ലാ മന്ത്രിമാരും ചുമതലയേൽക്കുകയും നിലവിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് ചർച്ച ചെയ്യുകയും എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണിത്. ഈ സമയത്ത് ചില ഉദ്യോഗസ്ഥരെ അവരുടെ മനസ്സിലുണ്ട്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് വേണ്ടത് ചില നല്ല ഉദ്യോഗസ്ഥന്മാരെയാണ് എന്ന് കരുതുന്നു. ചിലർക്ക് നിലവിലുള്ള ഉദ്യോഗസ്ഥരെ മാറ്റാൻ താല്പര്യമില്ല. ഉദാഹരണത്തിന് വാട്ടർ അതോറിറ്റിയുടെ MD ആയിരിക്കുന്ന PB നൂഹ്, ജലവിഭവശേഷി മന്ത്രി മോൻസ് ജോസഫ് PB നൂഹുമായി ചർച്ച നടത്തിയിരുന്നു. നൂഹ് കാര്യക്ഷമതയുടെ ഉദ്യോഗസ്ഥനാണ്. ഇതുവരെ പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നൂഹിൻ്റെ ചില ആശയങ്ങൾ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കാൻ കഴിയാതിരുന്ന ചില ആശയങ്ങൾ നൂഹ് മന്ത്രിയുമായി പങ്കുവച്ചു. അതൊക്കെ നടപ്പിലാക്കാനുള്ള തീരുമാനം എടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നൂഹിനെ മന്ത്രിയോട് ആലോചിക്കാതെ മാറ്റിയതും
ഇമ്പശേഖർ എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെ വാട്ടർ അതോറിറ്റി MD ആക്കിയതും ഇക്കാര്യത്തിൽ യാതൊരു ആലോചനയും മോൻസ് ജോസഫിനോട് നടത്തിയിട്ടില്ല എന്നാണ് മോൻസുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ പറയുന്നത്. ഇത് തന്നെയാണ് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലും സംഭവിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിൽ ഏറ്റവും പരിചയസമ്പന്നൻ. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് തൻ്റെ വകുപ്പിൽ തന്നോട് ആലോചിക്കാതെ മാറ്റം വരുത്തിയതിൽ തികഞ്ഞ അതൃപ്തിയുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായും KSIDC ചെയർമാനുമായും നിയമിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കണ്ണൂർ കളക്ടർ അരുൺ K. വിജയനെയാണ്. അരുൺ K. വിജയനായിരുന്നു വാസ്തവത്തിൽ നവീൻ ബാബു എന്ന ഡെപ്യൂട്ടി കളക്ടറുടെ മരണത്തിന് പ്രധാന ഉത്തരവാദി എന്ന ആരോപണം ഉയർന്നത്. പിണറായി വിജയൻ്റെ കാലത്ത് കണ്ണൂരിലെ സ്വതസിദ്ധമായ അഹങ്കാരത്തോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എത്തിച്ചേർന്നത് അരുൺ K. വിജയൻ അധ്യക്ഷനായ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്കാണ്. അരുൺ വിജയൻ്റെ അറിവോടെയും അനുമതിയോടെയുമാണ് PP ദിവ്യ യാത്രയയപ്പ് ചടങ്ങിലേക്ക് എത്തിയത്. അവിടെ വെച്ചാണ് നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചിറങ്ങിയതും അവിടെ അരുൺ വിജയൻ മിണ്ടാതിരുന്നതും നവീൻ ബാബു മരണം തെരഞ്ഞെടുത്തതും. ഇതിൽ യഥാർത്ഥ പ്രതി അരുൺ വിജയനാണ് എന്ന ആരോപണം ഉണ്ടായിട്ടും പിണറായി സംരക്ഷിച്ചു. കേസിൽ പ്രതി ചേർത്തില്ല, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ അടക്കമുള്ളവ പിടിച്ചെടുത്തില്ല. അങ്ങനെ വിവാദ നായകനായി നിന്ന പിണറായിയുടെ ഇഷ്ടപുത്രൻ അരുൺ വിജയനെ ഏറ്റവും സുപ്രധാനമായ തസ്തികയിലേക്ക് നിയോഗിച്ചിരിക്കുന്നു. സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കിട്ടാവുന്ന ഏറ്റവും മികച്ച പദവിയാണ് KSIDC ചെയർമാനും വ്യവസായ വകുപ്പ് ഡയറക്ടറും. ആ പദവിയിലേക്ക് അരുൺ വിജയനെ നിയോഗിച്ചത് പ്രൊമോഷനായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല അത് PK കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. സാധാരണഗതിക്ക് പിണറായിക്ക് ഓശാന പാടിയ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ അപ്രസക്തമായ വകുപ്പുകളിലേക്ക് മാറ്റി കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെയാണ് സുപ്രധാന പദവിയിൽ വയ്ക്കുന്നത്. ഇതുപോലെ തന്നെ ഞെട്ടിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് ഷിബു ബേബി ജോണിനോട് ചോദിക്കാതെ അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ ഡയറക്ടറെ മാറ്റിയതും കൊല്ലം കളക്ടറെ നിയോഗിച്ചതും. കൊല്ലം കളക്ടറായി പുതുതായി വന്നിരിക്കുന്ന ആനി ജൂലി തോമസ് ധനവകുപ്പിൽ മാത്രം പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. വിവാദ കിഫ്ബി CEO ഡോക്ടർ KM എബ്രാഹിം പ്രത്യേക താല്പര്യമെടുത്താണ് ആനിക്ക് IAS തരപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ IAS കൺഫർ ചെയ്തവരെക്കുറിച്ച് അന്വേഷണം വേണം എന്ന ആവശ്യം നിലനിൽക്കുമ്പോഴാണ് ആനിയെ ഷിബു ബേബി ജോണിനോട് ആലോചിക്കാതെ കൊല്ലം കളക്ടറായി നിയോഗിച്ചത്. സാധാരണഗതിക്ക് കളക്ടറെയും SP-യെയും മാറ്റുമ്പോൾ അതാതിടങ്ങളിലെ മന്ത്രിമാരുടെ താല്പര്യവും പാർട്ടിയുടെ താല്പര്യവും പരിഗണിക്കാറുണ്ട്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയാതെയാണ് കളക്ടർമാരെ മാറ്റിയതും നിയമിച്ചതും. അടിമുടി അസ്വസ്ഥതയാണ്. തന്നോട് ചോദിക്കാതെ കളക്ടർമാരെ നീക്കിയതിൽ അനിൽകുമാർ അതൃപ്തനാണ്. തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തൻ്റെ അനുമതിയില്ലാതെ അഴിച്ചുപണി നടത്തിയതിൽ മന്ത്രി ഷിബു ബേബി ജോണും മോൻസും കുഞ്ഞാലിക്കുട്ടിയുമടക്കം ഒട്ടുമിക്ക മന്ത്രിമാരും അസ്വസ്ഥരാണ്. ഇത്തരം കാര്യങ്ങൾ മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാൻ പോലും താല്പര്യം കാണിക്കാതിരിക്കുന്നത് തീർച്ചയായും ഏകാധിപത്യ പ്രവണതയുടെ ലക്ഷണമായി മന്ത്രിമാർ വിലയിരുത്തുന്നു. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ കടുത്ത എതിർപ്പുയർത്താനും ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് റദ്ദാക്കാനും വരെ ചർച്ച നടക്കുന്നുണ്ട്. മാത്രമല്ല പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ച, എല്ലാ തോന്നിയാസങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയെ ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ലീവ് എടുപ്പിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം വിസമ്മതിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് പോലും മുഖ്യമന്ത്രി അറിയാതെയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. VD സതീശനോട് വലിയ ഇഷ്ടമുള്ള പറയുന്നു, VD സതീശൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. VD സതീശനെ വിവാദത്തിലാക്കാൻ ഈ ചീഫ് സെക്രട്ടറി ജയതിലക് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ B. അശോകിനെയും N. പ്രശാന്തിനെയും തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രി നോട്ട് കൊടുത്തെന്നും മന്ത്രിസഭയുടെ തീരുമാനത്തിൽ ആവശ്യമില്ലെന്നും താൻ ഉത്തരവിറക്കിക്കോളാം എന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞെന്നും, എന്നാൽ അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാലിൽ പിടിച്ച് അവരെ തിരിച്ചെടുക്കുന്നത് വൈകിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും, അങ്ങനെ പിണറായി സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ ധീരതയോടെ നിലപാടെടുത്തതിൻ്റെ പേരിൽ പുറത്തു നിൽക്കേണ്ടി വന്നിരിക്കുന്ന 2 ഉദ്യോഗസ്ഥരുടെയും പുനർവിന്യാസം വൈകുന്നു എന്നുമാണ് ചില റിപ്പോർട്ടുകൾ. ഈ 2 ഉദ്യോഗസ്ഥരും ഭരണമാറ്റ സമയത്ത് സർവീസിലുണ്ടെങ്കിൽ അത് പിണറായിക്ക് വേണ്ടി അഴിമതിയും ഉഡായിപ്പും നടത്തിയ ജയതിലകിനെ ബാധിക്കുമെന്നും, ജയതിലക് അടുത്ത മാസം പെൻഷനായി പോകുന്നതുകൊണ്ട് അതുവരെ എങ്ങനെയെങ്കിലും വലിച്ചു നീട്ടാനാണ് നീക്കം നടത്തുന്നതെന്നുമാണ് റിപ്പോർട്ട്. ജയതിലകിനെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ജയതിലകിൻ്റെ വാക്കുകളാണോ മുഖ്യമന്ത്രിയുടെ വാക്ക് എന്ന് മന്ത്രിമാരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ചോദിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിയായി VD സതീശൻ ചുമതലയേറ്റ് ആദ്യ ആഴ്ച തന്നെ അസ്വസ്ഥത രൂപപ്പെടുകയാണ്, പ്രത്യേകിച്ച് മന്ത്രിമാർക്കിടയിൽ. സ്വന്തം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ വിന്യാസത്തിൽ പോലും മന്ത്രിമാരുടെ അഭിപ്രായം എടുക്കാതെയുള്ള പോക്ക് എത്ര കാലം എന്ന് ചോദിക്കുകയാണ് അവർ.